ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൈ പൈസ ഇല്ലെന്ന് കൂട്ടുകാരോട് പറയണമെങ്കിൽ മോളെ നമ്മൾ വഴക്ക് പറയുന്നതനുസരിച്ച് മോൾ അങ്ങോട്ട് പറയും. അപ്പോൾ അവൻ തിരിച്ചു വൈഫിനെ വിളിച്ചു ബ്ലാക്ക് മെയിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും പറയാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് കോള് അവൻ്റെയാണ്. അത് അവർ പറഞ്ഞു. അതറിയില്ല. അത് കിട്ടിയെല്ലാം പോയില്ല, നശിച്ചു പോയി. ബർത്ത്ഡേക്ക് ലഡു മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ അവർ തന്നെ അവളെ കൊണ്ടുപോയിട്ട് കേക്ക് മേടിച്ച് മുറിച്ചു. ഇല്ല, അവന് ഇത് ഒരു ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള സംസാരമാണ്. പൈസ കൊടുത്തിടും, അവിടെ നിന്ന് വിളിക്കും, എനിക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മേടിച്ചു തരണം. അപ്പോൾ ഞാൻ പോയി ഇതെല്ലാം മേടിച്ചു കൊടുക്കും. ഇന്നലെ നമ്മൾ ബാങ്കിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കലയൂർ ബ്രാഞ്ചിലാണ് അവർക്ക് അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ബാങ്ക് മാനേജറിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് നമ്മൾ അത് പരിശോധിച്ചപ്പോഴാണ് സാമ്പത്തികമായിട്ടും അവളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നതായിട്ട് മനസ്സിലായത്. തുടക്കം, അതായത് മെയ് മുതൽ 24 മെയ് മുതൽ കുറച്ച് പൈസ മേടിക്കുകയും അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് മേടിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. 10ാം മാസം ഏകദേശം ഒക്ടോബർ മുതൽ ഫുൾ എമൗണ്ടും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് കാണുന്നത്. ശമ്പളം കിട്ടുന്ന അത് തന്നെ മൊത്തം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് കാണുന്നത്. വീട്ടിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്നാണ് അവൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ അത് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയല്ലാതെ ഇങ്ങോട്ട് നമുക്കൊരു പൈസ തരുന്നത് അതുപോട്ടെ, അങ്ങോട്ട് ഫുള്ളും മേടിച്ചുകൊണ്ടിരുന്നു. 50-ന് താഴെ. അതായത് ഇവിടെ ഈ ലീവ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് കറക്റ്റ് ഒരേ എമൗണ്ട് വരുന്നില്ല, പല എമൗണ്ട്. 50-ന് താഴെയാണ് എപ്പോഴും 42, 45, 30, 32 ഇങ്ങനെ പല എമൗണ്ട് മാസം കയറുന്നുണ്ട്. അത് കൊണ്ടുപോവാണ്. അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൈ പൈസ ഇല്ലെന്ന് കൂട്ടുകാരോട് പറയണമെങ്കിൽ പിന്നീട് ആ പൈസ എവിടെയാണ് പോകുന്നത്? അവന് കൊടുക്കുന്നതല്ലാതെ. അതാണല്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടിയത്. അല്ല, അങ്ങനെ നമ്മളോട് പറഞ്ഞില്ലേ, കൂട്ടുകാരോടല്ലേ പറയുന്നത്. ഇവിടെ വന്നിട്ട് സാധാരണ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെയാ, വണ്ടിക്കൂലിക്ക് പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിടും, അവിടെ നിന്ന് വിളിക്കും, എനിക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മേടിച്ചു തരണം. അപ്പോൾ ഞാൻ പോയി ഇതെല്ലാം മേടിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ പൈസ നമ്മളല്ലേ കൊടുക്കുക. പിന്നെ ഹോസ്പിറ്റൽ പനി ജലദോഷമാണ്, അപ്പോൾ നമ്മൾ പോവും, അവിടെ കാണിക്കും, അതിൻ്റെ ടെസ്റ്റും മരുന്നും എല്ലാം ഞാൻ തന്നെ മേടിച്ചു കൊടുത്തിട്ടെങ്കിൽ പോരും. അപ്പം വേറെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ശമ്പളം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ പൈസ കൊടുക്കുന്നത്? ഇവിടെ വീട്ടിൽ വരുമ്പോൾ പിന്നെ വണ്ടിക്കൂലി കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ കൊടുത്തു വിട്ടു. സ്നേഹിച്ചത് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് കടുങ്കൈ ചെയ്യുന്നത് തന്നെ. അല്ലെങ്കിൽ പിന്നെ അത്രയും എന്നാ പിന്നെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറിയാൽ മതിയല്ലോ. അതിലിപ്പോ യാതൊരു സംശയമില്ല. അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം. എന്തെങ്കിലും ഒരു നടപടി കിട്ടുമോ ഇല്ല എന്നാണ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. മലപ്പുറം എടപ്പാൾ സ്വദേശി, പേര് സുഗാന്ത് സുരേഷ്. കൂടെ ഐവിയിൽ തന്നെയാണ് ജോലി. ഐവിയിൽ തന്നെ, എറണാകുളത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. കോണ്ടാക്ട് മെയിനായിട്ട് മോളുമായിട്ടാണ്. മോള് ഇത് അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവരുടെ വീട്ടിൽ വന്നിട്ട് കല്യാണം ആലോചിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയി. അങ്ങനെയാണ് ഇതിന്ന് മുന്നോട്ട് പോകാഞ്ഞത്. ആലോചനയായിട്ട് മുന്നോട്ട് പോകാതിരിക്കാനുള്ള കാരണം ഇതാണ്. അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാൻ അവനെ കണ്ടിട്ടില്ല. വീട്ടിലാരും കണ്ടിട്ടില്ല. അതെ, വൈഫുമായിട്ട് ഫോണിൽ അവൻ സംസാരിച്ചു. എനിക്ക് അത് ഒരു ബന്ധത്തിന്റെ കാര്യം വൈഫ് അറിഞ്ഞിട്ട് വിളിച്ച്, അപ്പോൾ മോളെ നമ്മൾ വഴക്ക് പറയുന്നതനുസരിച്ച് മോൾ അങ്ങോട്ട് പറയും. അപ്പോൾ അവൻ തിരിച്ചു വൈഫിനെ വിളിച്ചു. ഇല്ല, അവന് ഇത് ഒരു ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള സംസാരമാണ് നമ്മളോട് പറഞ്ഞിട്ട്. അവൾക്ക്, അതായത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞതാണെന്ന രീതിയിലുള്ള, അവൾക്ക് ഇത് ഒരു സംശയമില്ല. ഒഴിഞ്ഞു പോകുമെന്നും അല്ലെങ്കിൽ മാറുമെന്നും യാതൊരു വിശ്വാസമില്ലായിരുന്നു. ഡെപ്തിലായിരുന്നു. അതുകൊണ്ടിൽ ഈ എമൗണ്ടുകൾ ഇങ്ങനെ ഫുള്ള് അങ്ങ് കൊടുക്കുന്നു. അവൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫുള്ള് കൊടുക്കും. അപ്പോൾ പിന്നെ അത്ര വിശ്വാസം ഇല്ലെങ്കിൽ കൊടുക്കാതെ, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും പറയാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് അന്വേഷണത്തിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് തന്നെ പരിശോധിക്കും. അവര് അന്വേഷിക്കാമെന്ന് ആണ് പറയുന്നത്. അന്വേഷണത്തിന് ഇപ്പോൾ അവിടെ പോകുമ്പോൾ അന്വേഷണത്തിന് മോളിൽ ചോദിക്കുമ്പോൾ അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോറൻസിക് ടെസ്റ്റിന് ഇത് അയക്കണം. ലാപ്ടോപ്പ് അയച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അവർ പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ്റെ
കൂട്ടുകാരിൽ നിന്നും കിട്ടിയത് അവർക്ക് അവൻ അത്ര സ്വഭാവം അത്ര ശരിയല്ല എന്നുള്ളതാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അതായത് 9 ഡിസംബർ മാസം 23 ഡിസംബറിലാണ് ജോലിക്ക് കയറി. ഈ ട്രെയിനിങ്ങിന് പോകുമ്പോൾ, അതായത് 24 ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു ട്രെയിനിങ്. ആ സമയത്താണ് വരുന്നത്. ജോധ്പൂർ, രാജസ്ഥാൻ. ഇല്ല ഇല്ല, ഒന്നും അറിയില്ല. അത് അവര് പറഞ്ഞത് ഈ അന്വേഷണം ഇപ്പൊ നമുക്ക് മനസ്സിലായി. കാരണം ഒരാളെ IBയിൽ എടുക്കണമെങ്കിൽ അവരെല്ലാം പരിശോധിച്ചിട്ട് എടുക്കുകയുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ഉള്ള ഒരു ഇതും അവർക്ക് കിട്ടിയിട്ടില്ല. ഇല്ല. അവര് ഇന്ന് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവരുടെ സാമ്പത്തികമായിട്ട് അവരുടെ കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഊണഴിക്കാൻ പോലും വിളിച്ചാൽ വരില്ല. പിന്നെ ഒരു ബർത്ത്ഡേക്ക് ലഡു മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ അവർ തന്നെ അവളെ കൊണ്ടുപോയിട്ട് കേക്ക് മേടിച്ച് മുറിച്ചു എന്നാണ് പറഞ്ഞത്. മുഴുവൻ അത് ഈ അക്കൗണ്ടിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. ഒരു പൈസ അവിടെ ഇല്ല, ഒന്നും വന്നിട്ട്. ഈ ലാസ്റ്റ് കോള് വന്ന് ബാക്കി ഡീറ്റെയിൽ, അതായത് 3-4 സെക്കൻഡ് നീണ്ടു നിന്ന കോൾ, അത് അവൻ്റെ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്നും അവർക്ക് വീഡിയോ കോളാണോ അല്ലെങ്കിൽ വാട്സപ്പ് കോളാണോ അത് പരിശോധിക്കണമെങ്കിൽ, അല്ല അറിയണമെങ്കിൽ മറ്റേ പരിശോധിക്കണം. അവൻ്റെ ലാസ്റ്റ് കോള് അവൻ്റെയാണ്. അത് അവർ പറഞ്ഞു. അതറിയില്ല. അത് ഇത് കിട്ടിയെല്ലാം പോയില്ല, പോയി. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചാൽ അറിയുള്ളൂ. സെക്കൻഡ് 3-4 സെക്കൻഡ് മാത്രമേ അവസാനത്തെ ഈ സാധാരണ കോളുള്ളൂ. മറ്റേ വീഡിയോ കോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പറ്റുമ്പോൾ എന്തായാലും കോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വീഡിയോ കോൾ ആയിരിക്കും. അപ്പോൾ അവസാനം ഇത് കട്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ മറ്റേ ഫോണിൽ വിളിക്കുന്നത്. അത് ഒരു 3-4 സെക്കൻഡ് ഉള്ളൂ, പെട്ടെന്ന് ഇല്ലാതായെന്ന കഴിഞ്ഞും കോളൊന്നുമില്ല. ലാസ്റ്റ് അവന്റെ കോള് തന്നെയാണ്. അത് അവര് പറഞ്ഞു. പിന്നെ അവർക്ക് ആഹാരം പോലും കഴിക്കാൻ പൈസ ഇല്ലെന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യും? എപ്പോഴാ അറിയുന്നത്? കാരണം ഓൾറെഡി സാലറി ഉണ്ടല്ലോ, അത് വീട്ടിലേക്ക് അയക്കുന്നില്ല. ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അപ്പൊ വീട്ടുകാരോടും അവർക്ക് ചോദിക്കാൻ പറ്റത്തില്ല, പൈസ ഇല്ല തരാൻ പറഞ്ഞ ഒരു. പിന്നെ വരുമ്പോ വണ്ടിക്കൂലി ചോദിക്കും. വണ്ടിക്കൂലി ആകുമ്പോ നമ്മൾ കൊടുക്കുമല്ലോ. അത് 500-1000 അല്ലേ കൊടുക്കുള്ളൂ വണ്ടിക്കൂലി എന്ന് പറയുമ്പോൾ. അല്ല എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലേ നമ്മൾ അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. അതുവരെ എന്തായാലും ഇനിയിപ്പോ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരാള് 2,22,426, 1,36,878 രൂപ ഇപ്പോഴും അവന്റെ കൈവശം കിടക്കുകയാണ്. പിന്നെ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല.